എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കടക്കാൻ കേബിൾ ടിവി മേഖലയ്ക്ക് സർക്കാർ കൂടുതൽ പരിഗണന നൽകണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മധ്യമേഖലാ കൺവെൻഷൻ. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് ഈടാക്കുന്ന കൂടിയ നിരക്ക് ഒഴിവാക്കണം. അടിയന്തരമായി ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ഇന്റർനെറ്റ്. ഇതാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി കേരളം പ്രഖ്യാപിച്ചപ്പോൾ അതിന് ഒപ്പം നിന്ന് പ്രവർത്തിച്ചതും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനായിരുന്നു. കുത്തകകൾ ഇന്റർനെറ്റ് മേഖലയിൽ കടക്കാൻ വന്നപ്പോൾ അവരെ വെല്ലുന്ന തരത്തിലുള്ള സാങ്കേതിക മികവും വേഗതയും കുറഞ്ഞ നിരക്കും പ്രഖ്യാപിച്ച് നേരിട്ടതിന്റെ ചരിത്രവും സിഒഎക്ക് സ്വന്തം. ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ലഭ്യമാക്കണമെന്നാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഇതിന് ആദ്യം വേണ്ടത് വൈദ്യുതി പോസ്റ്റുകൾക്ക് ഈടാക്കുന്ന അമിത നിരക്ക് കുറക്കുക എന്നതാണ്. വലിക്കുന്ന ഓരോ കേബിളിനും നിരക്ക് എന്നത് ഈ വ്യവസായത്തിന്റെ നടുവൊടിക്കുന്നതാണെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷും പറഞ്ഞു. KCT പോസ്റ്റിൽ കൂടി വലിക്കുന്ന കേബിളുകളുടെ എണ്ണത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കേബിൾ ടി വിക്ക് പുറമെ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡർമാരാണ് എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രണ്ട് നിരക്ക് വേണം എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും അവർ ഓപ്പറേറ്റർമാരെ സമീപിക്കുകയും അതുപോലെ തന്നെ എഗ്രിമെൻ്റ് പുതുക്കുന്ന സമയത്ത് ഇതിനുള്ള പൈസ വാങ്ങണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒരുപാട് ഇടപെടലുകൾ KCBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും അതുപോലെ തന്നെ മന്ത്രിയുമായും ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥ അല്ലെങ്കിൽ അവരുടെ കടന്നാക്രമണങ്ങളെ നമ്മൾ ഇന്ന് പ്രതിരോധിച്ച് നിൽക്കുന്നത് കോടതിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു താൽക്കാലിക വിധിയെ തുടർന്നാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ കൺവെൻഷനകത്തും ഉണ്ടായിട്ടുള്ളൊരു പൊതുവികാരം അത് തന്നെയാണ്. ഈ കാര്യത്തിൽ സർക്കാർ ഭാഗത്തു നിന്നും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. വൈദ്യുതി പോസ്റ്റ് സൗജന്യ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് സിഒഎ കണ്ണൂർ മധ്യമേഖലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ പിടിവാശിയാണ് പ്രധാന പ്രശ്നം. നിലവിൽ ഇന്റർനെറ്റിനും കേബിളിനും പ്രത്യേകം കേബിൾ വലിക്കുന്നുണ്ട്. ഒരു കണക്ഷൻ എന്ന പരിഗണന നൽകാതെ വലിക്കുന്ന ഓരോ കേബിളിനും പണം നൽകേണ്ടി വരുന്ന സാഹചര്യം കടുത്ത പ്രതിസന്ധിയാണ് കേബിൾ ടിവി മേഖലയ്ക്ക് ഉണ്ടാക്കുന്നത്. ഈ വ്യവസായത്തെ നിലനിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. KV സോളാർ ബിസിനസ്സിൽ മികച്ച പ്രവർത്തനം നടത്തിയ 10 കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ മേഖലാ കൺവെൻഷനിൽ ആദരിച്ചു. നവംബർ 1 മുതൽ ജനുവരി 31 വരെ കൂടുതൽ ഓർഡറുകൾ സ്വീകരിച്ചവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.